നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. എന്താണ് ഈ മുൻകൂർ ജാമ്യം? ഭാരതീയ നാഗരിക സുരക്ഷാ നിയമസംഹിതയ്ക്ക് ശേഷം അതിനെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അതാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് സാധാരണഗതിയിൽ ജാമ്യാർഹമല്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമ്പോഴാണ്. കാരണം ജാമ്യാർഹമായ വകുപ്പുകളിൽ പോലീസിനോ മജിസ്ട്രേറ്റ് കോടതിക്കോ ജാമ്യം നൽകാമല്ലോ. അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ സമീപിച്ച് ജാമ്യം നേടുക മാത്രമാണ് പോംവഴി. ജാമ്യം ലഭിക്കുകയില്ല എന്നുള്ള കേസുകളിൽ, ജാമ്യത്തിന് സാധാരണഗതിയിൽ വകുപ്പില്ല എന്നുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം വരുമ്പോൾ, അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുമ്പോൾ ഒരു വ്യക്തിക്ക് അതാത് സെഷൻസ് കോടതികളിൽ അഥവാ ആ ജില്ലയിലെ മുതിർന്ന ക്രിമിനൽ കോടതിയിൽ, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ, അതുമല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നൽകാവുന്നതാണ് മുൻകൂർ ജാമ്യ അപേക്ഷ. ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയിലും മാത്രമാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിനുള്ള പ്രൊവിഷൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ വകുപ്പുകളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത കൊണ്ടുവന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ ജാമ്യാർഹമല്ലാത്ത വകുപ്പുകളിൽ മുൻകൂർ ജാമ്യം നൽകാമെന്നും അത് കോടതി പരിഗണിച്ച് വേണ്ട ഉത്തരവ് നൽകാമെന്നും പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ പുതിയ നിയമപ്രകാരം 2 വകുപ്പുകളെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനേ പാടില്ലാത്ത വിധം വിലക്കിയിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. മുൻകൂർ ജാമ്യാപേക്ഷ മുൻപ് എല്ലാ വകുപ്പുകളിലും നൽകാമായിരുന്നു എങ്കിൽ പുതിയ നിയമപ്രകാരം മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന് വിലക്കുള്ള വകുപ്പുകൾ, അതായത് ആ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതനായ വ്യക്തിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള അധികാരമില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നേരത്തെ നൽകിക്കൊണ്ടിരുന്നത് ക്രിമിനൽ നടപടി നിയമം 438 വകുപ്പ് പ്രകാരമാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള വകുപ്പ് വരുന്നത് 482 ക്ലോസ് 4 പ്രകാരമാണ്. 482 വകുപ്പിലാണ് മുൻകൂർ ജാമ്യം പറയുന്നതെങ്കിലും 482 ക്ലോസ് 4-ൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകളെ മുൻകൂർ ജാമ്യാപേക്ഷകൾ നൽകുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. അതിലൊന്ന് ഭാരതീയ ന്യായ സംഹിതയുടെ 65 വകുപ്പും 70 ക്ലോസ് 2 വകുപ്പുമാണ്. ഈ 2 വകുപ്പുകളിൽ കുറ്റാരോപിതനായ വ്യക്തിക്ക് മുൻകൂർ ജാമ്യം നൽകാനാവില്ല. 65 വകുപ്പ് എന്ന് പറയുന്നത് 16 വയസ്സിന് മുൻപ്, ഒരു പെൺകുട്ടിയുടെ 16 വയസ്സിന് മുൻപ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള ആരോപണമുണ്ടെങ്കിൽ ആ പ്രതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനാവില്ല. 70 ക്ലോസ് 2 പ്രകാരം കൂട്ടബലാത്സംഗത്തിൻ്റെ ആരോപണമുള്ള ഒരു പ്രതിക്ക്, ആ പ്രതികൾക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ പാടില്ല എന്ന് നാഗരിക സുരക്ഷാ സംഹിതയിൽ വ്യവസ്ഥ ചെയ്യുന്നു. ചുരുക്കത്തിൽ മുൻപ് പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യമില്ലാത്ത വകുപ്പുകൾക്ക് തന്നെയാണ്. അത് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലുമാണ് നൽകാവുന്നത്. അതിന് പ്രത്യേകിച്ച് ഇടക്കാല അറസ്റ്റ് തടയുന്നതിനുള്ള വകുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വേണമെങ്കിൽ ഇടക്കാലത്തേക്ക് അറസ്റ്റ് തടയാം. മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന പക്ഷം ആ ജാമ്യം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ നൽകുവാനാണ് സാധാരണഗതിയിൽ ഉത്തരവ് നൽകാറുള്ളത്. 2 പ്രധാനപ്പെട്ട വകുപ്പുകളിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ പാടില്ല എന്നുള്ള മാറ്റമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. നന്ദി, നമസ്കാരം.